Good morning, dear students. Welcome back to Organizational Behavior. Today, let us discuss about group dynamics. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്കാണ് ഗ്രൂപ്പ് ഡൈനാമിക്സ്. ഗ്രൂപ്പ് ഡൈനാമിക്സ് എന്നുള്ള ഈ ടേം രണ്ട് വാക്കുകൾ ചേർന്നാണ് ഉണ്ടായിരിക്കുന്നത്, ഗ്രൂപ്പ് ആൻഡ് ഡൈനാമിക്സ്. സോ ഹിയർ ഡൈനാമിക്സ് മീൻസ് ഫോഴ്സ്. ഗ്രൂപ്പ് ഡൈനാമിക്സ് എന്ന് പറയുമ്പോൾ ഗ്രൂപ്പ് ഫോഴ്സ് എന്നാണ് അർത്ഥമാക്കുന്നത്, അല്ലെങ്കിൽ ഗ്രൂപ്പ് സ്ട്രെങ്ത്. So the term group dynamics consists of two terms such as group and dynamics. Dynamics means force. So group dynamics is group force and strength. ഏതൊരു ഓർഗനൈസേഷനിലും രണ്ട് തരം ഗ്രൂപ്പുകൾ കാണും. അത് ഫോർമൽ ഗ്രൂപ്പ്സും ഇൻഫോർമൽ ഗ്രൂപ്പ്സുമാണ്. ഈ ഓരോ ഗ്രൂപ്പും മറ്റുള്ളവരുടെ ബിഹേവിയറിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. അപ്പോൾ ഈ രണ്ട് ഗ്രൂപ്പും ഒരു ഓർഗനൈസേഷന് വളരെ അത്യാവശ്യമായിട്ടുള്ള ഗ്രൂപ്പുകളാണ്. സോ ഗ്രൂപ്പ് ഈസ് ബേസിക്കലി എ കളക്ഷൻ ഓഫ് 2 or more പേഴ്സൺ, ആൻഡ് ഗ്രൂപ്പ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് 2 or more ഇൻഡിവിജ്വൽസ് ഇന്ററാക്ടിംഗ് ആൻഡ് ഇന്റർഡിപെൻഡന്റ് who have come together to achieve a particular objective. ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ രണ്ടോ അതിലധികമോ വ്യക്തികൾ ചേരുന്നതാണ്. അപ്പോൾ ഈ ഗ്രൂപ്പ് മെമ്പേഴ്സിന് ഒരു കോമൺ പർട്ടിക്കുലർ ഒബ്ജക്റ്റീവ് ഉണ്ടാവും എന്നുള്ളതാണ്. സോ ഒരു ഗ്രൂപ്പിന്റെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഈസ് എ സ്മോൾ അഗ്രഷൻ ഓഫ് പേഴ്സൺസ് വെസ്റ്റഡ് വിത്ത് കോമൺ ഇൻട്രസ്റ്റ് ആൻഡ് ഇന്ററാക്ഷൻ ബിറ്റ്വീൻ ദ മെമ്പേഴ്സ് ആൻഡ് perceived collective identity. So a group consists of at least 2 persons. രണ്ടാളെങ്കിലും അടങ്ങുന്ന ഒന്നിനെയാണ് നമ്മൾ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അതുപോലെ അവർക്ക് ഒരു കോമൺ ഇൻട്രസ്റ്റ് ഉണ്ടാവും, കോമൺ ഗോൾ ഉണ്ടാവും, അതുപോലെ മെമ്പേഴ്സ് തമ്മിൽ നല്ല ഇന്ററാക്ഷൻ ഉണ്ടാവും, അതുപോലെ ആ ഗ്രൂപ്പ് മെമ്പേഴ്സിന് ഒരു കളക്റ്റീവ് ഐഡന്റിറ്റി ഉണ്ടാവും. ഇതൊക്കെയാണ് ഒരു ഗ്രൂപ്പിന്റെ മെയിൻ ഫീച്ചേഴ്സ്. ലെറ്റ് us see the classification of groups. ഗ്രൂപ്പ്സിനെ പല രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ ക്ലാസിഫിക്കേഷനിൽ ഇവിടെ ഒരു ക്ലാസിഫിക്കേഷൻ നോക്കാം. ഫസ്റ്റ് വൺ ഫോർമൽ ഗ്രൂപ്പ്സ്, second one informal groups, then third one command group, fourth one task group, fifth one interest group, sixth one friendship group, and seventh one reference group, eighth one primary and secondary group. ഇതാണ് ഒരു ക്ലാസിഫിക്കേഷൻ. അതുപോലെ തന്നെ ടൈപ്സ് ഓഫ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ മെയിൻ ആയിട്ട് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാറുണ്ട്, ഫോർമൽ ഗ്രൂപ്പ്സ് എന്നും ഇൻഫോർമൽ ഗ്രൂപ്പ്സ് എന്നും. അതിൽ ഫോർമൽ ഗ്രൂപ്പ്സിൽ കമാൻഡ് ഗ്രൂപ്പ്, ടാസ്ക് ഗ്രൂപ്പ്, കമ്മിറ്റീസ്, ഇങ്ങനെ 3 ഗ്രൂപ്പായിട്ട് പിന്നെയും സബ് ക്ലാസിഫൈ ചെയ്ത്. ഇൻഫോർമൽ ഗ്രൂപ്പ്സിന് ഇൻട്രസ്റ്റ് ഗ്രൂപ്പ്, ഫ്രണ്ട്ഷിപ്പ് ഗ്രൂപ്പ്, ക്ലിക്സ്, സബ് ക്ലിക്സ്, അതുപോലെ സൈലീസ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഗ്രൂപ്പ്സ്, അപ്പതറ്റിക് ഗ്രൂപ്പ്സ്, എറാറ്റിക് ഗ്രൂപ്പ്സ്, സ്ട്രാറ്റജിക് ഗ്രൂപ്പ്സ്, കൺസർവേറ്റീവ് ഗ്രൂപ്പ്സ്, ഇങ്ങനെ പല രീതിയിൽ പല ക്ലാസിഫിക്കേഷൻ നമുക്ക് കാണുവാൻ കഴിയും. വേറൊരു ക്ലാസിഫിക്കേഷൻ നമുക്ക് നോക്കാം. അതിൽ ഗ്രൂപ്പ്സിനെ പ്രൈമറി ആൻഡ് സെക്കൻഡറി ഗ്രൂപ്പ്സ് എന്ന് തിരിക്കുന്നു, ഫോർമൽ ആൻഡ് ഇൻഫോർമൽ ഗ്രൂപ്പ്സ് എന്ന് വിളിക്കുന്നു, മെമ്പർഷിപ്പ് ഗ്രൂപ്പ്സ് ആൻഡ് റെഫറൻസ് ഗ്രൂപ്പ്, ദെൻ സ്മോൾ ആൻഡ് ലാർജ് ഗ്രൂപ്പ്, organized and unorganized group, in and outgoing groups, accidental and purposive groups, open and closed groups, temporary and permanent groups, nominal and non-performing groups. ഇങ്ങനെ മറ്റൊരു ക്ലാസിഫിക്കേഷൻ നമുക്ക് കാണുവാൻ കഴിയും. സോ ഇത്തരത്തിൽ പല രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ക്ലാസിഫിക്കേഷൻ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഫോർമൽ ഗ്രൂപ്പ്സ്. സോ എ ഫോർമൽ ഗ്രൂപ്പ് ഈസ് എ designated work group defined by the organization structure. Management creates such groups consciously and deliberately. ഫോർമൽ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ഒരു ഓർഗനൈസേഷണൽ സ്ട്രക്ചേർഡ് ഗ്രൂപ്പാണ്. അത് മാനേജ്മെന്റ് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ഇറ്റ് ഈസ് ക്രിയേറ്റഡ് ആൻഡ് മെയിൻറ്റെയിൻഡ് ടു ഫുൾഫിൽ സ്പെസിഫിക് നീഡ്സ് ഓർ ടാസ്ക് വിച്ച് ആർ റിലേറ്റഡ് ടു ദ ടോട്ടൽ ഓർഗനൈസേഷണൽ മിഷൻ. ഒരു ഓർഗനൈസേഷണൽ മിഷന് വേണ്ടിയിട്ടല്ലേ, ഓർഗനൈസേഷണൽ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക സ്പെസിഫിക് നീഡ് അല്ലെങ്കിൽ ടാസ്ക് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി മെയിൻറ്റെയിൻ ചെയ്യുന്ന ക്രിയേറ്റ് ചെയ്യപ്പെട്ട ഒരു ഗ്രൂപ്പാണ് നമ്മൾ ഫോർമൽ ഗ്രൂപ്പ് എന്ന് വിളിക്കുന്നത്. സച്ച് ഗ്രൂപ്പ്സ് മേ ബി പെർമനന്റ് ഇൻ ദ ഫോം ഓഫ് ടോപ്പ് ലെവൽ മാനേജ്മെന്റ് ടീംസ് സച്ച് ആസ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, മാനേജ്മെന്റ് കമ്മിറ്റീസ്, വർക്ക് യൂണിറ്റ്സ് ഇൻ വേരിയസ് ഡിപ്പാർട്ട്മെന്റ്സ് ഓഫ് ദ ഓർഗനൈസേഷൻ, സ്റ്റാഫ് ഗ്രൂപ്പ്സ് സ്പെസിഫൈഡ് ഇൻ സർട്ടൺ ഫീൽഡ് ആൻഡ് സോ ഓൺ. ഇപ്പോൾ ഫോർമൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഒരു പെർമനന്റ് ഗ്രൂപ്പാണ്. അപ്പോൾ അത് ഒരു മാനേജ്മെന്റ് ടീം ആവാം, ടോപ്പ് ലെവൽ മാനേജ്മെന്റ് ടീം ആവാം, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, മാനേജ്മെന്റ് കമ്മിറ്റീസ്, വർക്ക് യൂണിറ്റ്സ്. സോ ഇങ്ങനെയുള്ള ഓർഗനൈസേഷൻ ഡിഫൈൻ ചെയ്തിട്ടുള്ള ഈ ഗ്രൂപ്പുകളെയൊക്കെ നമ്മൾ ഫോർമൽ ഗ്രൂപ്പ് എന്ന് വിളിക്കും. Then second one is informal group. So an informal group is said to be group that is neither formally structured nor organizationally
determined. Informal group എന്ന് പറഞ്ഞാൽ അത് formally structured അല്ല, അതുപോലെ തന്നെ organizationally determined അല്ല. ഓർഗനൈസേഷൻ ഡിഫൈൻ ചെയ്ത ഒരു ഗ്രൂപ്പ് അല്ല അത്. appears in response to need for social contact. ഇപ്പോൾ സോഷ്യൽ കോണ്ടാക്റ്റിന് വേണ്ടി ഫോം ചെയ്ത ഒരു ഗ്രൂപ്പിനെയാണ് നമ്മൾ ഇൻഫോർമൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. It is not created formally. ഫോർമൽ ആയിട്ട് ക്രിയേറ്റ് ചെയ്തതല്ല. It is formed through interaction with each other and thereby develops common interest. അത് തമ്മിലുള്ള ഇന്ററാക്ഷൻ കൊണ്ട് ഫോം ചെയ്ത ഗ്രൂപ്പാണ്. ഫ്രണ്ട്ഷിപ്പ് ഗ്രൂപ്പ് ഒക്കെ ഇതിന് ഉദാഹരണമാണ്. The members of the informal groups are similar ideas and interest, develop affinity towards one another and frequently meet and talk each other on work and non-work related activities. ഇപ്പോൾ ഈ ഗ്രൂപ്പ് മെമ്പേഴ്സ് എന്ന് പറഞ്ഞത് ഇൻഫോർമൽ ആയിട്ട് ഫോം ചെയ്ത ഒരു ഗ്രൂപ്പാണ്. അവർക്ക് ആ മെമ്പേഴ്സിന് സിമിലർ ഐഡിയാസ് ആയിരിക്കും, സിമിലർ ഇൻട്രസ്റ്റ് ആയിരിക്കും. അവർ വർക്ക് പ്ലേസിൽ നിന്നും തമ്മിൽ മീറ്റ് ചെയ്യുകയും ടോക്ക് ചെയ്യുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യും. വർക്ക് പ്ലേസിൽ മാത്രമല്ല നോൺ വർക്ക് പ്ലേസുകളിലും ഇവര് കോണ്ടാക്ട്സ് ഉണ്ടാവും എന്നുള്ളതാണ് ഇൻഫോർമൽ ഗ്രൂപ്പ് മെമ്പേഴ്സിന്റെ പ്രത്യേകത. അപ്പോൾ ഇൻഫോർമൽ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാനുള്ള കാരണങ്ങൾ എന്താണ്? ഫാക്ടേഴ്സ് റെസ്പോൺസിബിൾ ടു ക്രിയേറ്റ് ഇൻഫോർമൽ ഗ്രൂപ്പ്. അതിൽ ഒന്നാമത്തതാണ് ഡിസയർ ടു സോഷ്യലൈസ്. സോഷ്യലൈസ് ചെയ്യാനുള്ള ഒരു ആഗ്രഹം. അതുപോലെ തന്നെ ജോബ് സ്പെസിഫിക്കേഷൻ. ജോബിൽ ബോർഡം ഒക്കെ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ജോബ് ബോറടിക്കുന്ന സമയത്തൊക്കെ അല്ലെങ്കിൽ ജോബ് മോണോട്ടോണസ് ആയിട്ട് തോന്നുന്ന ആൻഡ് എസ്കേപ്പ് ഫ്രം വർക്ക് എൻവയോൺമെന്റ്. അതായത് വർക്ക് എൻവയോൺമെന്റിൽ നിന്നും ഒന്ന് രക്ഷപ്പെടുക അല്ലെങ്കിൽ ഒരു ബ്രേക്ക് എടുക്കുക. സോ ഇതിനൊക്കെയാണ് ഇൻഫോർമൽ ഗ്രൂപ്പ് സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത്. ദെൻ ഹൈറാർക്കിയൽ കൺട്രോൾ. അതുപോലെ തന്നെ ഫോർമൽ ഗ്രൂപ്പ് ആണെങ്കിൽ ഒരു ഹൈറാർക്കിയൽ കൺട്രോൾ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ടോപ്പ് ടു ബോട്ടം എന്ന് പറയുന്ന രീതിയിലായിരിക്കും കമ്മ്യൂണിക്കേഷൻ പാസ് ചെയ്യുന്നത്. എന്നാൽ ഈ ഒരു ഇൻഫോർമൽ ഗ്രൂപ്പിൽ അങ്ങനത്തെ ഒരു സെപ്പറേഷനോ ഹൈറാർക്കിയോ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇവിടെ ഒരു ഇൻഫർമേഷനൊക്കെ പാസ് ചെയ്യണമെങ്കിൽ അപ്പം വളരെ സ്പീഡി ആയിട്ട് വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ പല മെമ്പേഴ്സിനും അറിയാൻ കഴിയും. അപ്പോൾ ആ ഒരു ഹൈറാർക്കി ഒഴിവാക്കുവാൻ വേണ്ടിയിട്ട് ഇത്ര ഇൻഫോർമൽ ഗ്രൂപ്പ്സ് ഫോം ചെയ്യാറുണ്ട്. And third one is command group. A group composed of individuals who report directly to a given manager is called a command group. ഒരു മാനേജറുടെ കീഴിൽ റിപ്പോർട്ട് ചെയ്യുന്ന സബോർഡിനേറ്റ്സ് അല്ലെങ്കിൽ ഒരു മാനേജർക്ക് റിപ്പോർട്ട് ചെയ്യുന്ന മെമ്പേഴ്സിനെ ആ ഗ്രൂപ്പിലുള്ള ആൾക്കാരെ നമ്മൾ കമാൻഡ് ഗ്രൂപ്പ് എന്ന് പറയും. അപ്പോൾ ഓർഗനൈസേഷണൽ ചാർട്ടിൽ നമുക്ക് ഇത് ക്ലിയർ ആയിട്ട് കാണുവാൻ കഴിയും. ഉദാഹരണം, ഒരു മാർക്കറ്റിംഗ് മാനേജറും ആ മാർക്കറ്റിംഗ് മാനേജറിന്റെ കീഴിൽ വരുന്ന സബോർഡിനേറ്റ്സും ഇത് ചേർന്നതാണ് ഒരു കമാൻഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അടുത്തതാണ് നാലാമത്തെ ടാസ്ക് ഗ്രൂപ്പ്. A task group is generally formed for working together to complete a common job or task. ഒരു കോമൺ ജോബ് അല്ലെങ്കിൽ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഗ്രൂപ്പ് ഫോം ചെയ്യുന്നതിനാണ് നമ്മൾ ടാസ്ക് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഒരു പ്രോജക്റ്റ് വർക്കിന് വേണ്ടിയിട്ട് ഫോം ചെയ്യുന്ന ഗ്രൂപ്പ് ഒരുപക്ഷെ IT മേഖലയിലാവാം, അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ മേഖലയിലാവാം. സോ ഏതെങ്കിലും ഒരു പ്രോജക്റ്റ് ഏറ്റെടുത്ത് ചെയ്യുമ്പോൾ ആ പ്രോജക്റ്റിന് വേണ്ടിയിട്ട് ഫോം ചെയ്യുന്ന എംപ്ലോയീസ്, ആ ഗ്രൂപ്പ്, അതിനെയാണ് നമ്മൾ ടാസ്ക് ഗ്രൂപ്പ്. ഒരു പർട്ടിക്കുലർ ടാസ്കിന് വേണ്ടിയിട്ട് ഫോം ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ് ടാസ്ക് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. They communicate and cooperate each other in the process of work. So the fifth one is interest. Interest groups are formed by those working together to attain a specific objective with which each of them is concerned. ഏതെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് മെമ്പേഴ്സിനെയാണ് നമ്മൾ ഇൻട്രസ്റ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അതായത് ഒരു ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ടി ഫോം ചെയ്തിരിക്കുന്ന ഒരു ഗ്രൂപ്പ്. അപ്പോൾ ഈ ഗ്രൂപ്പിലുള്ള മെമ്പേഴ്സ് പലയിടത്തു നിന്ന് വന്ന മെമ്പേഴ്സ് ആയിരിക്കാം. ഇതാണ് ഇൻട്രസ്റ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ദെൻ സിക്സ്ത് വൺ ഈസ് ഫ്രണ്ട്ഷിപ്പ് ഗ്രൂപ്പ്. സോ ഇത് പേരിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. ഇറ്റ് ഈസ് ഗ്രൂപ്പ്സ് ഫോംഡ് ബൈ ക്രിയേറ്റിംഗ് ഫ്രണ്ട്ഷിപ്പ് അറ്റ് വർക്ക് പ്ലേസ്. വർക്ക് പ്ലേസിൽ ഫ്രണ്ട്ഷിപ്പിലൂടെ ഫോം ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ് ഫ്രണ്ട്ഷിപ്പ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. സോ ഒരേ സ്വഭാവ സവിശേഷതകൾ കാണിക്കുന്ന ആൾക്കാർ ഫ്രണ്ട്സായി മാറുകയും അങ്ങനെ അതൊരു ഫ്രണ്ട്ഷിപ്പ് ഗ്രൂപ്പായിട്ട് മാറുകയും ചെയ്യാറുണ്ട്. So seventh one is reference group. So a reference group is a group which is referred by an individual as a standard for self-evaluation. ഒരു വ്യക്തി അദ്ദേഹത്തെ സ്വയം വിലയിരുത്തിക്കൊണ്ട് അദ്ദേഹം ഒരു ഗ്രൂപ്പിലേക്ക് റെഫർ ചെയ്യപ്പെടുന്നതിനാണ് റെഫറൻസ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അതായത് അത് രണ്ട് രീതിയിലാണ് ഫങ്ഷൻ ചെയ്യുക. അതായത് സോഷ്യൽ കമ്പാരിസൺ ആൻഡ് സോഷ്യൽ വാലിഡേഷൻ. ഇപ്പോൾ സോഷ്യൽ കമ്പാരിസൺ എന്ന് പറയുമ്പോൾ ഒരു വ്യക്തി തന്നെ മറ്റുള്ള
ആ ഒരു ഗ്രൂപ്പിലെ മറ്റു മെമ്പേഴ്സുമായിട്ടൊന്ന് കമ്പയർ ചെയ്യുന്നു. അതാണ് സോഷ്യൽ കമ്പാരിസൺ എന്ന് പറയുന്നത്. അതുപോലെ സോഷ്യൽ വാലിഡേഷൻ എന്ന് പറയുന്നത് വ്യക്തിയുടെ ചില കാര്യങ്ങൾ ആ ഗ്രൂപ്പ് ആക്സെപ്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ആ ഗ്രൂപ്പ് അപ്രൂവ് ചെയ്യുന്നു. സോ ഈ ഒരു കാര്യത്തിനാണ് നമ്മൾ സോഷ്യൽ വാലിഡേഷൻ എന്ന് പറയുന്നത്. So social comparison provides an individual opportunity of comparing himself with other fellow members of the group, and social validation is the social sanction or approval of a certain act of an individual in a group. And the eighth one is primary and secondary group. So a primary group is a small group, intimate face-to-face association of and cooperation characterize it. For small group എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഗ്രൂപ്പാണ്. അവിടെയുള്ള മെമ്പേഴ്സ് ഫേസ് ടു ഫേസ് ആയിട്ടുള്ള അസോസിയേഷൻ ഉണ്ടാവും. മുഖാമുഖം സംസാരിക്കുന്നവരായിരിക്കും, കോപ്പറേറ്റീവ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. എക്സാമ്പിൾ ഫാമിലി, ഫ്രണ്ട്ഷിപ്പ് ഗ്രൂപ്പ്, ഇതൊക്കെയാണ് പ്രൈമറി ഗ്രൂപ്പ് എന്ന് നമ്മൾ അർത്ഥമാക്കുന്നത്. സോ എ സെക്കൻഡറി ഗ്രൂപ്പ് ഈസ് മോർ ഫോർമൽ, ജനറൽ ആൻഡ് റിമോട്ട് ഗ്രൂപ്പ്. സെക്കൻഡറി ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഫോർമൽ ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്. ദ മെമ്പേഴ്സ് ഓഫ് ദിസ് ഗ്രൂപ്പ് ഹാവ് നോ interest on their members' problem and there is no continuous interaction, intimacy and face-to-face interaction. ഒരു സെക്കൻഡറി ഗ്രൂപ്പ് വലിയൊരു ഗ്രൂപ്പാണ്. അവിടെ ഫേസ് ടു ഫേസ് ഇന്ററാക്ഷൻ ഇല്ല, മെമ്പേഴ്സ് തമ്മിൽ ഇന്റിമസി ഇല്ല, ആൾക്കാർക്ക് തമ്മിൽ മെമ്പേഴ്സ് തമ്മിൽ അത്ര കോപ്പറേഷന്റെ ആവശ്യം വരുന്നില്ല. സോ ഇങ്ങനെയുള്ള ഒരു ഗ്രൂപ്പിനെയാണ് സെക്കൻഡറി ഗ്രൂപ്പ് എന്ന് പറയുന്നത്. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത് ക്ലാസിഫിക്കേഷൻ ഓഫ് ഗ്രൂപ്പ്സ് ആണ്. ഓക്കെ, താങ്ക് യു.